കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ ഓരോരോ പരിപാടിയൊക്കെ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഒന്നും വരാത്തത്. അപ്പോൾ കുറെ കാലമായി, 1 മാസമായി ഗെയ്സ് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് എടുക്കണം നാളെ എടുക്കണം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റൂല, എടുക്കാൻ ഒരു മൂഡ് തോന്നുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഗെയ്സ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ നമുക്ക് കാണണ്ടേ? വരട്ടെ. എവിടെ അൺബോക്സിങ് സാധനത്തി വിളിച്ചോട്ടെ. ഹലോ, റിയൽമി അല്ലേ? ആ, എവിടെ? നമ്മളൊരു പുത്തൻ റിയൽമി ബഡ്സ് വയർലെസ് വാങ്ങിച്ചിട്ടുണ്ട് ഗേസ്. അപ്പൊ അടിപൊളി സാധനമാണ് ഗേസ്, റിയൽമി ബഡ്സ് വയർലെസ് റിയൽ ബാസ് അൺവേർഡ്. അടിപൊളി സാധനം. മാഗ്നറ്റിക് കൺട്രോളാണ് ഇത്. ഇത് ഓണാക്കാൻ തന്നെ ഇത് ഇവിടെ എത്തിയാല് ഓണായി. ഇവിടെ നിന്നാക്കണ്ട, ചാർജ് കുത്തിരായുണ്ട്, ഒച്ച കൂട്ടുക കുറയ്ക്കാനില്ല. പിന്നെ ബ്ലൂടൂത്ത് 5.0 ആണ്. സെൽഫ് പ്രൂഫ് ഉണ്ട്, വെച്ചാൽ ക്യാബിന് ഇങ്ങനെ ഉള്ളിലേക്ക് അവരെന്നാ പറയുന്നത്. 11.2 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവർ ഉണ്ട് കേസ്. അതൊരു വലിയൊരു സംഭവം തന്നെ. 11.2 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവറാണ് ഈ ഹെഡ്സെറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ വില വരുന്നത് വെറും 2000 രൂപയിൽ താഴെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വാങ്ങിയപ്പോൾ വെറും 1590 രൂപയാണ്. ചില സമയത്ത് 1500 ആകാം, 400 ആകാം, 1400 ആകാം, 1800 വരെ ആകാറുണ്ട്. ഇപ്പൊ 1800 ആണ്. എന്നുവെച്ചാൽ ഇന്ന് 31 ജനുവരി 2021 31 ഞാൻ നോക്കിയപ്പോ 1790 കണ്ടത്. മാറിയിട്ടുണ്ടോ അറിയില്ല, എന്തായാലും മാറുണ്ടോ. ഇതൊരു അടിപൊളി ക്വാളിറ്റി ഗെയ്സ്. നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ? അൺബോക്സ് ചെയ്തപ്പോ ഗെയ്സ്, അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗെയ്സ്. സാധനം സ്വപ്നം കണ്ട സാധനമാണ് ഗെയ്സ് നമുക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയത് വെറും 1600. കുറവൊന്നല്ല, നല്ല കൂടുതലാണ്. എന്നാലും അതിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിയൽമിൻ്റെ പൊളി സാധനമാണ് ഗെയ്സ്. റിയൽമി ബഡ്സ് വയർലെസ് പൊളി സാധനമാണ് ഗെയ്സ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ? അൺബോക്സ് ചെയ്തേക്കാമല്ലേ ഗെയ്സ്. ഇതാ, അപ്പോൾ നമുക്ക് ഇത് പെട്ടിയുടെ ബാക്കിൽ എന്തൊക്കെ എഴുതി വെച്ചാൽ നോക്കാം. ബാക്കിൽ ഇതാ മാഗ്നറ്റിക് കൺട്രോളാണ്. എന്നുവെച്ചാൽ മാഗ്നറ്റിക് ഇത് ഇങ്ങനെ സമയമല്ലേ ചെവിളിൽ വെക്കുന്ന ഇയർബഡ്സ്, അത് രണ്ടും കൂട്ടിയിട്ടാൽ ഓഫായി, ഇവിടെത്തി ഓണായി. പിന്നെ 11.2 mm ബാസ് ബോസ് ഡ്രൈവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 hours പ്ലേ ബാക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. 12 hours പ്ലേ ബാക്ക്. ഫ്ലെക്സിബിൾ നെക്ലേസ്. യെസ്, ഫ്ലെക്സിബിൾ നെക്ലേസ് ആണ് ഗൈസ്. അത് നമ്മൾ കഴുത്തിലിടുന്ന സാധനമല്ലേ, അത് ഫ്ലെക്സിബിൾ ആണ്. ബ്ലൂടൂത്ത് 5.0 ആണ്. സെറ്റ് പ്രൂഫ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഓർഡടിപ്പിക്കുന്നത്. ഓ കേസ് എന്താണ്, നമുക്കിതൊന്ന് എടുത്ത് വെക്കാം. എടുക്കാൻ പേടിയാണ്, പുതിയ സാധനല്ലേ, പൊട്ടി ഇല്ല വിചാരിക്കാം. അങ്ങനെ നമ്മുടെ പൊളി സാധനം കിട്ടിയിട്ടുണ്ട്. റിയൽമി ബഡ്സ് വയർലെസ് നമ്മൾ പുറത്തെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ റിയൽമി ബഡ്സ് വയർലെസ് ഒന്ന് നമ്മുടെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കാം കേസ്. അപ്പോൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യടാ. അങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ മാഗ്നറ്റ് ഇല്ലേ, ഇതാ ഇത് രണ്ടും ഇങ്ങനെ അങ്ങ് ഇവിടെ എടുത്തുക. അങ്ങനെ ഫോണ് ഇതായി. നിങ്ങളിപ്പോൾ ഫോണിൻ്റെ സ്ക്രീനിൽ വെള്ളതായിരിക്കും കാണുന്നത്. യെസ് അല്ലേ? അപ്പോൾ വെള്ളയല്ല, ഇതാ സംഭവം ഇങ്ങനെയാണ്. ഇപ്പം ക്ലിയർ ആയില്ലേ? വെള്ളമല്ല. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഡിവൈസ് ആൻഡ് കണക്ഷനിൽ ബ്ലൂടൂത്ത് ഓണാക്കുക. ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് ഇതിന് ശേഷം റിയൽമി ബഡ്സ് വയർലെസ് കാണും ഗേസ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ എന്താണ് ഇവിടെ കൊണ്ടുവരുന്ന മനെ 80% ചാർജ് ഉണ്ട്. അയ്യോ, ഡിസ്കണക്റ്റ് ആയി, സോറി. ഇപ്പോൾ കണക്റ്റ് ആക്കി തരാം. അവൈലബിൾ ഡിവൈസസ് റിയൽമി ബഡ്സ് വയർലെസ് കാണിച്ചില്ല, പോയി. ഓക്കെ ഗേസ്, കണക്റ്റായി. ഇതാ ഇവിടെ ഒരു ചിഹ്നമില്ലേ, ഇതാ ബ്ലൂടൂത്തിൻ്റെ ഇതാ ഇവിടെ അവിടത്തെ ചിഹ്നം കണക്റ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ചാർജർ എവിടെയാണ് വരുന്നത് വെച്ചാൽ, ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തല്ലതാ യെസ്, ഇങ്ങനെ പൊക്കുക നമ്മൾ. അപ്പോൾ അടിയിൽ ഇതാ ഇവിടെ ഒരു ഇത് കണ്ടില്ല, അടിയിൽ അണ്ടർന്നില്ല ചിഹ്നം, ഇങ്ങനെ തുറന്നല്ല കേസ്. ചാർജർ ഇതിലാണ് കേസ്. ചാർജറും എന്താ ഉള്ളത് എനിക്ക് അറിയില്ല, റിവ്യൂ ഉണ്ടപ്പോൾ അതൊക്കെയാണ്. ഇതാണ് കേസ് ചാർജറുണ്ട്. ഇത് അഡാപ്റ്ററിൽ വെച്ച് എത്തിയിട്ട് ചാർജ് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുക. പിന്നെ നമ്മുടെ ചെവിക്ക് അനുസരിച്ച് 4 ഇതാ ഇയർബഡ്സ് ആണുള്ളത്. ഇതാ ചെവിക്ക് അനുസരിച്ച് 4 ഇയർബഡ്സ്. എൻ്റെ ചെവിക്ക് എത്തുന്ന ആദ്യമുള്ള തന്നെയാണ്. ഇത് പറ്റൂല, ചെറിയ കുട്ടിയപ്പോൾ വലിയവർക്കും ഇല്ല. ഇത് ഇതാ ബഡ്സ്, ഇത് വലിയ ചെവിക്കുള്ളതായിരിക്കും. രണ്ടാമത്തെയാണ് കേസ് ഇത്. ഇതാ ഇത് പിന്നെ എല്ലാ ബോക്സിലും ഉള്ള ഒരു യൂസർ ഗൈഡ് ആരും വായിച്ചു വെക്കത്തിയ സാധനമാണ്. വായിച്ചു വയ്ക്കാൻ നല്ല കാര്യമാണ്. ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഗെയിമിൽ. ബ്ലറായി കളിക്കുന്നു. അതന്നെ, ഇതൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ മേലെ. വായിച്ചു നോക്കിക്കോ, വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോളൂ. യെസ്, അപ്പം ചാർജിങ്ങിൻ്റെ സംവിധാനമാണ് ഇത് ഇവിടെ ഉള്ളത്. ഇത് പറയുന്നുണ്ട്, ദി ഇൻഡിക്കേറ്റർ ലൈറ്റ് വിൽ ടേൺ റെഡ് വെൻ ചാർജിങ്. ഇൻഡിക്കേറ്റർ ലൈറ്റ് വിൽ ടേൺ ബ്ലൂ വെൻ ഫുള്ളി ചാർജഡ്. ഓക്കെ, അപ്പോൾ ചാർജ് ആകുമ്പോൾ ചുവപ്പ് ലൈറ്റ് കത്തുകയും ചാർജ് പോകുമ്പോൾ നീല ലൈറ്റ്. അത് തന്നെയാണ് കേസ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചാർജ് ആകുമ്പോൾ 1.5 മണിക്കൂറാണ് കുത്തിയുണ്ട്. പിന്നെ ഇത് പ്ലേ, പോസ്, മ്യൂസിക്, സിംഗിൾ പ്ലേ ബാക്ക്, ഡബിൾ ക്ലിക്ക്, ട്രിപ്പിൾ ക്ലിക്ക്. നിങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? ഇതിപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ കരുത്തിലിടുക. എന്നിട്ട് നമ്മളെ കോളർ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഒച്ച കൂട്ടുന്ന കുറക്കുള്ള ഭാഗം ഇവിടെ റൈറ്റ് സൈഡിലും മറ്റേ ഭാഗം ഇടത് സൈഡിലാണ്. ഇത് വെച്ചേക്കാം കേസ്. പാട്ടിയൊക്കെയാണ് ഫസ്റ്റത്തെ പാട്ട്. പാട്ടി കമ്മിങ് തലേ എന്താ ബാസ്, രക്ഷയല്ല. പിന്നെ നമ്മളെ മുമ്പ് ഞാൻ പാട്ടിലത്തെ അഥവാ ഇതിലങ്ങനെ കേട്ടി മൈക്ക് കൊടുക്കുന്നു കേട്ടാലോ, അപ്പോൾ കോപ്പി റൈറ്റ് കണ്ടാട്ടി ചേക്കാൻ കേസ് ചിലപ്പോൾ.
അതുകൊണ്ടാണ് ഞാൻ പാട്ട് നിങ്ങൾ നേരിട്ട് മുമ്പ് തന്നെ ഈ അതല്ലാണ്ട് ഞാൻ എത്രയോ കേട്ടതാണ് വാങ്ങിയപ്പോൾ തന്നെ. അപ്പം എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല ബാസ് ബൂസ്റ്റാണ്. എന്നുവെച്ചാൽ ബാസ് വാങ്ങാണെങ്കിൽ ഇത്ര നെക്ക് ബാൻഡിൽ അട്ടാളിച്ച പൊളപ്പൻ ക്രിംട്രോച്ചി സാധനമാണ്. ഇതിന് മനസ്സിലാക്കണം, അടിപൊളി സ്പൈസൊക്കെ ഒത്ത മുതലാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിയൽമി ബഡ്സ് അതാണ് വയർലെസ് ഹെഡ്സെറ്റാണ്. നല്ല ക്വാളിറ്റിയാണ്. വിചാരിച്ചില്ല എത്ര ക്വാളിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ എഴുതിയ പോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് ഗൈസ്. ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണെന്ന് വെച്ചത് ഫ്ലെക്സിബിൾ നെക്ലേസ് എന്താ ഇതാണല്ലേ, ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ അത് ആക്കി പൊട്ടിക്കുന്നില്ല. അതുകൊണ്ടാ നല്ലോണം ഉണ്ടായിട്ടല്ലോ, കുറേ കാലം നമുക്ക് ഉപയോഗിക്കണ്ടേ. എന്താ അതാണ് ഞാൻ നെക്കി പൊട്ടിച്ച് വളച്ച് കാണിച്ചത്. രണ്ടതാണെന്താണ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നവരൊക്കെ ഉണ്ട്, ചോദിച്ചു പിടിച്ച് ഓരോ അടിച്ചൊക്കെ കാണാം. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോ ഇനി ഒന്നും കേൾക്കുന്നില്ല അതിൻ്റെ. അപ്പൊ ഇനി നമുക്ക് കുറേ വീഡിയോ ആയിട്ട് അങ്ങനെ വന്നിട്ട് ഒരാഴ്ചയിൽ എന്തായാലും ഒരു 2 വീഡിയോയെങ്കിലും ഉറപ്പായിട്ടുണ്ടാവും. ഇനി എന്തായാലും എന്തായാലും വീഡിയോ ഇടാൻ നോക്കും. ആഴ്ചയിൽ 2 വീഡിയോ, മാക്സിമം 3 വീഡിയോ, മാക്സിമം അല്ല പറ്റുന്ന ഞാൻ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടാനാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്താ സമയം കിട്ടണേ, അതുകൊണ്ടാണ്. ക്ലാസ്സൊക്കെ ഉണ്ട്, കുറേ ക്ലാസ് കാണാനുണ്ട്. ഇനി കുറേ നോട്ട് ചെയ്തുണ്ട്, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വാങ്ങിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. വാങ്ങി സത്യം പറഞ്ഞാൽ 2 ആഴ്ച എങ്ങനെ ഇത് വാങ്ങിയിട്ട്. അപ്പം ഞാൻ ഇതിനാന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു 2 ആഴ്ച കണ്ട് ഉപയോഗിച്ചിട്ട് വീഡിയോ എടുത്താലോ എന്നാണ്. ഇപ്പോൾ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ പ്ലസ് എക്സ്പീരിയൻസ് അല്ലേ, എക്സ്പീരിയൻസ് അനുഭവം എന്ത് അടിപൊളി സാധനം. 3 ആഴ്ച ജനുവരി 10 12 അങ്ങനെ എത്തി സാർ. ഞാൻ ജനുവരി 11 ഓർഡർ ചെയ്ത് 11 വൈകിട്ട് 6:00 ഓർഡർ ചെയ്ത സാധനം 12 ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്ക് വീട്ടിലെത്തി. അതാണ് ഫ്ലിപ്കാർട്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിന് ഒരു താങ്ക്സ്, റിയൽമിനും ഒരു താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഒരു ഇടുക്കാച്ച് കണ്ടിട്ട് കാണുന്നവർ ഗൈസ് ബൈ ബൈ.